ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഞാനങ്ങനെ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ കണ്ണൂരൊക്കെ പോയിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ, ഞങ്ങളുടെ അതിനല്ല, വേറെ മോൻ്റെയൊക്കെ എന്തൊക്കെയോ പഠന കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് പോയത്. തെയ്യം കാണാനും കൂടിയൊക്കെയാണ് പോയത്. അങ്ങനെ ഇവൻ്റെ മോൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നും കൂടെ പോയത്. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടി. കാരണം സ്ലീപ്പർ കിട്ടിയില്ല. അത് കാരണം നമ്മളിരുന്ന് ഉറങ്ങാതെയൊക്കെ ഇനി വരേണ്ടി വന്നു. അങ്ങനെ 2 ദിവസത്തെ ഉറക്കം നിൽക്കുന്ന കാരണം എനിക്ക് പ്രഷറും കൂടി ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ 1-2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൂട്ടുകാരെ. എല്ലാം നമ്മൾ നല്ല ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ട്രെയിനിൽ ഇവിടുന്ന് അങ്ങ് വരെ കണ്ണൂർ വരെ പോകുമ്പോൾ കേരളത്തിൻ്റെ 13ാമത്തെ ജില്ല വരെയായി. എല്ലാ കാഴ്ചകളും കണ്ട് പകൽ പോവുകയാണെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞ് മിക്കവാറും ഉള്ള എല്ലാ ജില്ലകളും കവർ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. അത് മാത്രം അതിനകത്തിരുന്ന് കണ്ടതേ ഉള്ളൂ. അവിടെ ചെന്നിറങ്ങിയിട്ട് അപ്പോഴേ തന്നെ തെയ്യം കാണാൻ പോയി. പിന്നെ പാതിരാത്രിക്കും തെയ്യം കാണാൻ പോയി. പിറ്റേന്ന് ഇവർ രണ്ടും കൂടെ ഈ എൻ്റെ കൂട്ടുകാരനും പുത്രനും ഇവിടെ കിടന്ന് പറ്റിച്ച് കളഞ്ഞെന്നെ. ഞാൻ പറഞ്ഞ് 10 മണി 11 മണിയാകുമ്പോൾ 2 പേരും കൂടെ ഉറങ്ങി തെളിഞ്ഞ് കുളിച്ച് റെഡിയാവണം, നമുക്ക് അവിടെ കാണാനുള്ള സ്ഥലങ്ങൾ കുറച്ചുണ്ട്, അതൊക്കെ പോയി കാണാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ കിടന്ന് ഉറക്കമായി എന്നെ പറ്റിച്ച്. ഞാൻ ചോദിച്ചു, ഈ റൂമിനകത്ത് കുത്തിയിരിക്കാനാണ് ഇവിടെ വന്നത്, എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയല്ലേ എന്ന്. ഞാൻ അവരൊക്കെ ഒരു കൂട്ടായിട്ടാണ് പോയത്. ഇത്തവണ പോയത് ഒരുപാട് സ്ഥലങ്ങളൊന്നും കണ്ടില്ല. അങ്ങനെ ഈവനിങ്ങിൽ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി പയ്യമ്പലം ബീച്ച് കാണാനായിട്ട് പോയി. അതാണ് അവിടെ പോയി കണ്ടത്. ഇപ്രാവശ്യം തെയ്യവും കണ്ട് പയ്യമ്പലം ബീച്ചും കണ്ട് കിടിലമാണ്. പയ്യമ്പലം ബീച്ചെന്ന് പറഞ്ഞാൽ സൺഡേ ആയിരുന്നു ഞങ്ങൾ പയ്യമ്പലം ബീച്ചിൽ പോയത്. ഈവനിങ്ങിൽ ഒരു രക്ഷയില്ല. ഇഷ്ടം പോലെ കുട്ടികൾ, മുതിർന്നവർ എല്ലാവരും അങ്ങ് ഈ അറ്റം തൊട്ട് അങ്ങ് അറ്റം വരെ അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. ഇരുന്നങ്ങ് ഐസ്ക്രീമും എന്തുവാ കപ്പലണ്ടിയും എനിക്കറിഞ്ഞൂടാ, ചോളം പുഴുങ്ങിയതും പൊരിച്ചതും ഫ്രൈകളും മീൻ ഫ്രൈയും ചിക്കൻ ഫ്രൈ എല്ലാം ഇങ്ങനെ വറുത്തതും ഒക്കെ ആയിട്ട് ഈ അറ്റം തൊട്ട് അങ്ങ് കിലോമീറ്ററോളം ദൂരത്തിൽ നടന്നിങ്ങനെ കാണുമ്പം ഇവയെല്ലാം ഇങ്ങനെ കച്ചവടവും ആളുകളെല്ലാം ഇതെല്ലാം വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെയും കൊച്ചുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നതിൻ്റെയും ബലൂണും ഒരു അനുഭൂതിയാണ്, അനുഭവമല്ല ഒരു അനുഭൂതിയാണ് വന്നത്. അത്രയ്ക്ക് എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. പകൽ വേറെങ്ങും പോയില്ലെങ്കിലും ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബീച്ച്, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു അടിപൊളി കിഡ്സ് ബേ ഉണ്ട്. കിഡ്സ് അവർക്ക് കളിക്കാനായിട്ട് കിഡ്സ് പാർക്കുണ്ട്. അതുപോലൊരു പാർക്ക് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അതിനകത്ത് എന്തെല്ലാം സംഭവങ്ങളുണ്ടെന്നറിയാമോ? മുകളിലൂടെ സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടിപ്പോകാം അന്തരീക്ഷത്തിൽ. അത് ഉൾപ്പെടെ എല്ലാം കറങ്ങി നടന്ന് എത്രമാത്രം ഒരു 100 കൂട്ടം ഐറ്റം കളിക്കാനുള്ള സംഭവങ്ങൾ അതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു പിള്ളേരുടെ ഒരു പട തന്നെ ഉണ്ട്. എല്ലാം കൂടെ അതിനകത്ത് കിടന്ന് കളിച്ച് തിമർക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ചോദിച്ചു, ഞാൻ നിൽക്കുന്ന കണ്ടാന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അകത്ത് കയറാനല്ല നോക്കാനാണെന്ന്. അങ്ങനെ പുള്ളിയെ എടുത്ത് ഞാൻ ചോദിച്ചാൽ എത്ര രൂപയാണ് അകത്ത് കിടക്കുന്നതിന്. എനിക്ക് അകത്ത് കയറേണ്ട ഒരു കാര്യമില്ല, കാരണം കൊച്ചു പിള്ളേരുടെ കളിക്കാനുള്ള സ്ഥലമാണ്. അത് കാരണം ഞാൻ പറഞ്ഞ്, അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു വീഡിയോ എടുത്തു. കിടിലമാണ്. കുട്ടികളെല്ലാവരുടെ എൻജോയ്മെൻറ്റ് കണ്ട് എനിക്ക് അതിന് കുറച്ച് സമയം കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ട്രെയിനിൻ്റെയൊക്കെ സമയമാകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നോളൂ. അന്നേരം ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് എനിക്കില്ല പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ 2 കഴിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ അതിൽ നിന്ന് 2 പൈനാപ്പിളും വാങ്ങിച്ച് കഴിച്ച് അവരോരോ ജ്യൂസും കുടിച്ച് ഞങ്ങൾ നടന്ന് അവിടെ എല്ലാം കണ്ട്. പിന്നെ കുറച്ച് സമയം ഞാൻ മാത്രം അവിടെ ഇരുന്ന്, അവർ വീണ്ടും 2 പേരും കൂടെ അവിടെയൊക്കെ സൈഡിൽ കൂടെ ഒക്കെ നടന്ന് ഞാൻ ഈ സാധനങ്ങൾ നോക്കി അവിടെ ഇരുന്ന് ഇങ്ങനെ നല്ല ഒരു പയ്യമ്പലം ബീച്ചെന്ന് പറയുക. അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്നേരം ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. അങ്ങനെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ്. പിന്നെ ഒരുപാട് അന്നേരം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരത്ത് ഈ പയ്യമ്പലം ബീച്ച് കണ്ടതിന് ശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആ റോഡ് വഴി കുറച്ച്
അങ്ങനെ നടന്നു. കൂടെയുള്ള മോന് നടന്നെല്ലാം കാണണം, സ്ട്രീറ്റ് ലൈഫ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയണമെന്ന് ആസ്വദിക്കണം. അങ്ങനെ ഞങ്ങൾ അവൻ്റെ കൂടെ പോയപ്പോൾ ഒരു ബേക്കറിയുടെ മുമ്പിൽ ഇന്ന് അന്നേരം അവന് എന്തൊക്കെ വാങ്ങിക്കണം കുറിക്കാനായിട്ട്. പിന്നെ ജ്യൂസുമൊക്കെ വാങ്ങിച്ച്, അന്നേരം ഫ്രൂട്ടി ജ്യൂസ് വാങ്ങിച്ചപ്പം കാണാം മോൻ പറയും അമ്മ പറയും വേണ്ടെന്ന്, എന്നിട്ട് മേടിക്കുമ്പോൾ അമ്മയ്ക്ക് കുടിക്കണമെന്ന്. അങ്ങനെ പിന്നെ ഒരു കുപ്പി കൂടെ മേടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ മൂന്നും കൂടെ ഫ്രൂട്ടി ജ്യൂസൊക്കെ കുടിച്ച്. അന്നേരം കാണാൻ ഒരുത്തന് മീറ്റ് റോള് കഴിക്കണം, പിന്നെ അവൻ അത് കഴിച്ച് ഒരു പൊടി കുഞ്ഞിനകത്ത് കിൻഡർ ജോയ് എന്ന് പോലും. പിന്നെ കിൻഡർ ജോയും മേടിച്ച് പിള്ളേരെ അവിടെയൊക്കെ കറങ്ങി നടന്ന്, ഞാനും പിള്ളേരോട് അവിടെയൊക്കെ കറങ്ങി നടന്ന് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ 2 ദിവസം അടിച്ച് പൊളിച്ച്. ഉറക്കമില്ലായ്മയുടെ ബുദ്ധിമുട്ട് മാത്രമാണ് ഉള്ളത്, അല്ലാതെ കണ്ണൂർ യാത്ര അടിപൊളിയാണ്. നല്ല സ്നേഹമുള്ള ആളുകളാണ്, ഒരു രക്ഷയില്ല. അവരുടെ സത്യം നല്ല പരിഗണനയും സ്നേഹവും എല്ലാം തരുന്ന എന്തൊരു കാര്യം. അങ്ങനെയുള്ള ആളുകളുടെ ഇടയ്ക്ക് എന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പം തന്നെ ഒരു സന്തോഷം. പിന്നെ എല്ലാം ഭയങ്കര, റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഇവിടുത്തെ അതിൻ്റെ കണക്കൊന്നും അല്ല, ഇവിടെ തിരക്കില്ലെന്ന് വേണം പറയാൻ. അവിടെ ചെന്ന് കണ്ടപ്പോൾ ഭയങ്കരമായ തിരക്കാണ് റോഡിലെല്ലാം, ഒരു രക്ഷയില്ല. ഓട്ടോക്കാർ സിക്സാം രീതിയിലാണ് ഓട്ടോ ഓടിച്ച് കൊണ്ടുപോകുന്നത്, അത്ര ട്രാഫിക്കാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നത്. രാത്രി ആയതുകൊണ്ട് കുറച്ച് നടന്ന് 10-20 മിനിറ്റ് നടക്കാനേ ഉള്ളൂ, പക്ഷേ രാത്രി ആയതുകൊണ്ട് നമ്മളൊരു ഓട്ടോ പിടിച്ചാണ് പോയത്. ഇങ്ങനെ ഇത്രയൊക്കെ കണ്ട്. എന്നാലും കണ്ണൂർ ലൈഫ് കുറേയൊക്കെ കാണാൻ പറ്റി. തെയ്യം കാണാൻ പറ്റി. തെയ്യം എന്നൊക്കെ ഞങ്ങൾ ഈ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് അങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടേ ഉള്ളൂ. ഈ നേരിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അത് ഒരു നല്ല ഒരു എക്സ്പീരിയൻസാണ് കൂട്ടുകാരെ. അങ്ങനെ ഓരോ യാത്രകൾ ഓരോ അനുഭവങ്ങളാണ്, നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാം. എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നമ്മൾ അറിയണം കാര്യങ്ങൾ. ഓരോ സ്ഥലത്തെ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ രീതികളെന്ന്. ട്രെയിൻ യാത്രയൊക്കെ കിടിലുമാണ്. ഇപ്പം എനിക്ക് ട്രെയിനിൽ പോകാനുള്ള പേടിയെല്ലാം അങ്ങ് മാറി. ഇപ്പം ചെന്നൈയിൽ പോയ ആ യാത്രയിലും അതോടുകൂടി ഞാൻ ഒത്തിരി കൂടെ നല്ല ബോൾഡായി. പിന്നെ അത് കഴിഞ്ഞ് മറ്റേത് ബാത്റൂമിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒറ്റയ്ക്ക്. ഇപ്പോൾ അതൊക്കെ നല്ല എക്സ്പേർട്ടായി, കയറാൻ ഒറ്റയ്ക്ക് പോകാനും ഒക്കെ ഒരു മടിയില്ലാതായി. ഈ യാത്രയും കൂടെ ആയപ്പോഴത്തേന് ഒന്നും കൂടെ നല്ല ഇതായി. ഇനി അടുത്ത ഏതെങ്കിലും കൊച്ചി യാത്രകൾ പോകണം. ഇനി ഈ കേരളത്തിനകത്താണ് ഉള്ള യാത്രകളാണ് കൂടുതലും പോകുന്നത്. നമ്മൾ ഇതിനകത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാൻ പിന്നെ കിടക്കുന്നു. ഈ കൊട്ടാരക്കര ഒരു സ്ഥലം ഇപ്പോൾ ആരാണ്ട് കണ്ടിട്ട് ചാനലിലിട്ടേക്കുന്നുണ്ടായിരുന്നു, ഒരു കിടിലം സ്ഥലമാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ചില സ്ഥലങ്ങൾ നമ്മൾ പെട്ടെന്നങ്ങ് മറന്നു ചില കാര്യങ്ങൾ. എന്തുവായിരുന്നു, നല്ല ഒരു സ്ഥലം, തണ്ണീർ മുക്കം അങ്ങ് ഏതാണ്ട് ഒരു സ്ഥലം. നല്ല, ഞാൻ ഓർക്കുമ്പോൾ ഇനി അടുത്തതിൽ പറയാം. അങ്ങനെ എന്നിട്ട് ഇന്ന് ഞാൻ ജോലിക്കൊക്കെ പോയി. ഞാൻ പിറ്റേന്ന് വന്നിട്ട് ഞാൻ ഇത്രയും ഉറക്കം ഒഴിഞ്ഞ് വന്നിട്ട് ഞാനങ്ങ് ജോലിക്ക് പോയി ഇന്നലെ. ഇന്നും പോയി. എനിക്ക് ഭയങ്കരമായിട്ട് BP അങ്ങ് കൂടി. ഇനി അത് കുറയ്ക്കണം. അത് ഈ ഉറക്കം കുറഞ്ഞാൽ തീർന്ന് പ്രശ്നമാണ്. പിന്നെ അത് കാരണം ഇനി ഇല്ല, വെള്ളം കുടിക്കണം, ഗുളിക തിന്ന് ബോഡി വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിച്ചാൽ അതൊട്ട് കുറയുന്നുമില്ല, കൂടുന്നതല്ല. ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റത്തുമില്ല. നമുക്കൊരു നാവിന് കൺട്രോളില്ല. അത് കൺട്രോൾ വന്നെങ്കിൽ കാര്യം നടക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോസൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ലെങ്കിലും എല്ലാവർക്കും തെയ്യമെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തെയ്യം ഇനിയും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട തീക്കനലിൽ കൂടെ ഉള്ള നടന്നൊക്കെയുള്ള തെയ്യം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഞാൻ കാണാൻ പോയില്ല. അത് വെളുപ്പാങ്കാലത്ത് 2 മണിക്കായിരുന്നു രാത്രി. അത് ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, അത് കാരണം ഞാൻ അത് കണ്ടില്ല. പോയിട്ട് ഫലമില്ല. അതുകൊണ്ട് ഇനി ഇതെല്ലാം കാണാനായിട്ട് ഒന്നും കൂടെ ഞങ്ങൾ കണ്ണൂർ പോകുന്നുണ്ട്. ഇപ്പോഴല്ല, അടുത്ത പ്രാവശ്യം ഒരവസരം കിട്ടുവാണെങ്കിൽ നമ്മൾ പോകും. ഫാമിലിയായിട്ട് പോയി എല്ലാം കണ്ട് കറങ്ങി വരും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാർക്കും ലൈവ് വരാം, അന്നേരം കാണാം.
ടാറ്റ.